ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പോഴേ ഇന്ന് നമുക്ക് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കരിമീൻ വെച്ചിട്ട് ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ കരിമീൻ വെച്ചിട്ട് ഒരു കറി വെക്കുന്നുണ്ട്. അതായത് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറിയും വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് കരിമീൻ വാഴയിലയിൽ പൊള്ളിക്കാം. അങ്ങനെ നമുക്ക് കരിമീനൊക്കെ വെട്ടി വൃത്തിയാക്കാം ഗൈസ്. എനിക്കാണെങ്കിൽ അറിയുക കൂടെ ഇല്ല കേട്ടോ ഈ കരിമീൻ വെട്ടാൻ. ഞാൻ വിചാരിച്ച വല്ലതും മത്തി അയില കിളിമീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. എനിക്കാണെങ്കിൽ ഇതറിയില്ല. പക്ഷേ ഞാൻ കുറച്ച് നേരം യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇത് മീൻ വെട്ടിയത് കേട്ടോ. അങ്ങനെ നമുക്കിതെല്ലാം വെട്ടി ഇതേ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പം ഇനി എങ്ങനെയാണ് ബാക്കി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സാധാരണ കരിമീൻ അമ്മച്ചി കറി വെക്കുമ്പോൾ ഞാനാണെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. പക്ഷേ എനിക്കിത് വെട്ടി വെക്കാനൊന്നും അറിയില്ല. അപ്പം എന്താണെന്നുള്ളതൊക്കെ തമ്പുരാൻ അറിയാം. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പൊള്ളിച്ചതിൻ്റെ വീഡിയോ. അപ്പോൾ സാധാരണ മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് അത് വറക്കാൻ വെച്ചു. അപ്പോൾ ഒരുപാട് വറക്കാണ്ട് ജസ്റ്റ് 2 വശം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഞാൻ അതിന് കുറച്ച് മസാല ഉണ്ടാക്കി കേട്ടോ. തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം ഇട്ടൊരു മസാല റെഡിയാക്കിയിട്ട് വാഴയില നമ്മൾ വാട്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഒന്ന് വാഴയില വാട്ടി അതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച ശേഷമാണ് നമ്മൾ ഈ ഗ്രേവി അതിൽ വെച്ചിട്ട് ഈ കരിമീൻ അതിൻ്റെ മേലെ വെക്കും. പിന്നെ കുറച്ച് ഗ്രേവിയും കൂടെ ആ കരിമീൻ്റെ മേലെ വെച്ചിട്ട് ഈ വാഴയില നമ്മൾ മടക്കി വാഴനാര് കൊണ്ട് തന്നെ കെട്ടി നമ്മൾ ഫ്രൈ ചെയ്ത പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ പാനൊന്ന് ചൂടാക്കി അതിലേക്കാണ് നമ്മൾ ഈ കിഴിയെല്ലാം ഇറക്കി വെക്കുന്നത്. അപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 3 വാഴയിലയും ഇതുപോലെ മീൻ വെച്ചിട്ട് അത് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് 2 വശവും തിരിച്ചും മറിച്ചും ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോഴേ നല്ല വാഴയിലയിലെ ആ ഒരു വെന്ത മണമൊക്കെ കിട്ടും ഗൈസ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് ഈ കരിമീൻ കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണം ഗൈസ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. നമുക്കത് പാനിലേക്ക് വെക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണെന്ന് ഞാൻ ഇന്നുകൊണ്ട് മനസ്സിലാക്കി ഗൈസ്. സത്യം പറയാമല്ലോ,